നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM മുൻ നേതാവും KSU മുൻ സംസ്ഥാന സെക്രട്ടറിയും BJPയിൽ. CPM ഒറ്റപ്പാലം മുൻ ഏരിയ കമ്മിറ്റി അംഗവും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന KK കുഞ്ഞനാണ് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കെയാണ് കുഞ്ഞൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. DYFI മുൻ ബ്ലോക്ക് സെക്രട്ടറി, കർഷക തൊഴിലാളി യൂണിയൻ സംഘടനകളുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. KSU മുൻ സംസ്ഥാന സെക്രട്ടറി കൈലാസ് നാഥ് മേനോനാണ് BJPയിൽ ചേർന്നത്. BJPയുടെ വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു BJP പ്രവേശനം. +1 പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പണം മെയ് 14 മുതൽ. അവസാന തീയതി ഈ മാസം 20 വരെ. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ V ശിവൻകുട്ടി. 2025 മെയ് 14 മുതൽ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ കുഴൽപ്പണവേട്ട. 2 പേർ പോലീസ് പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറത്തേക്ക് കടത്തിയായിരുന്ന 1,91,40,800 രൂപയുമായി 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം രാമപുരം സ്വദേശി പൂളയ്ക്കൽ തസ്ലീം ആരിഫ്, മുണ്ടുപറമ്പ് വടക്കൻ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ സീറ്റിനോട് ചേർന്ന 3 രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം ഉണ്ടായിരുന്നത്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ 9 വയസ്സുകാരൻ മരിച്ചു. അടൂർ ചൂരക്കുഴ കൊച്ചായത്ത് വീട്ടിൽ വിജയന്റെ മകൻ വൈശാഖാണ് മരിച്ചത്. വൈശാഖ് തന്റെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയത്. അവിടെ ഹോം സ്റ്റേയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വെള്ളിയാഴ്ചയാണ് സംഘം മടങ്ങിയത്. ഭക്ഷ്യവിഷബാധയായിട്ടാണോ ബാലന്റെ മരണമെന്ന് കുടുംബം സംശയം പ്രകടിപ്പിച്ചു. മടക്കയാത്രയ്ക്കിടെ സംഘത്തിലെ ചിലർക്കെല്ലാം വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ രാവിലെ മുതൽ ഛർദി അനുഭവപ്പെട്ടതോടെ വൈശാഖ് രാത്രിയോടെ അവശനായി. തുടർന്ന് മൂന്നാറിൽ നിന്ന് വൈശാഖിനെ ആംബുലൻസിൽ നേര്യമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പൾസ് കുറവായിരുന്നു. അവിടെ നിന്ന് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചേന്ദമംഗലം കൂട്ടക്കൊല. പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജിതിൻ ബോസ് ആശുപത്രി വിട്ടു. എറണാകുളം ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് ആശുപത്രി വിട്ടു. പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജിതിൻ ബോസാണ് 3.5 മാസത്തിനു ശേഷം ആശുപത്രി വിട്ടത്. ജിതിന്റെ ഭാര്യ വിനീഷയെയും വിനീഷയുടെ മാതാപിതാക്കളായ പേരേപ്പാടം കാട്ടിപ്പറമ്പി വേണു, ഭാര്യ ഉഷ എന്നിവരെയും അയൽവാസിയായ കണിയാമ്പറമ്പിൽ ഋതു തലക്കടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിൽ നിന്ന് ജിതിന്റെ സ്കൂൾ വിദ്യാർത്ഥിനികളായ പെൺമക്കൾ രക്ഷപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ തലയോട്ടി പൊട്ടിയ ജിതിന് പലതവണ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇപ്പോൾ നടക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് ജിതിൻ തിരിച്ചു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ആശുപത്രിയിലെ ഡോക്ടർമാർക്കുമൊപ്പം ജീവനക്കാർക്കുമൊപ്പം കേക്ക് മുറിച്ച ശേഷമാണ് ജിതിൻ വീട്ടിലേക്ക് മടങ്ങിയത്. രക്തസ്രാവം മൂലം ആശുപത്രിയിൽ എത്തിച്ചു. +1 വിദ്യാർത്ഥിനി മരിച്ചു. അന്വേഷണം. വെള്ളരിക്കുണ്ട് 16-കാരി രക്തസ്രാവം മൂലം മരിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. +1 വിദ്യാർത്ഥിനിയാണ് കുട്ടി. പെൺകുട്ടിയെ രാവിലെ രക്തസ്രാവം മൂലം കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എങ്ങനെയാണ് കുട്ടിക്ക് രക്തസ്രാവം ഉണ്ടായത് എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് പോലീസ്. യുദ്ധവിരുദ്ധ ജനകീയ മുന്നണി എന്ന പേരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. 6 പേർ കരുതൽ തടങ്കലിൽ. തൃശൂർ സാഹിത്യ അക്കാദമി പരിസരത്ത് യുദ്ധവിരുദ്ധ റാലിക്കെത്തിയവരെയാണ് പോലീസ് തടഞ്ഞത്. യുദ്ധവിരുദ്ധ ജനകീയ മുന്നണി പ്രവർത്തകരായ പ്രമോദ് പുഴങ്കര, ജയപ്രകാശ് ഒളരി, ഗോപിനാഥ്, സുജോ എന്നിവരടക്കം 6 പേരെ കരുതൽ തടങ്കലിലെടുത്തു. യുദ്ധവിരുദ്ധ പ്രകടനം നടത്താൻ എത്തിയവരായിരുന്നു ഇവർ. റാലി തടയുമെന്ന് BJP പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംഘർഷം ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പോലീസ് നീക്കം നടത്തിയത്. 2 വയസ്സുകാരൻ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിനുള്ളിൽ വീണു മരിച്ചു. പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ 2 വയസ്സുള്ള ആൺകുഞ്ഞ് വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണു മരിച്ചു. ചന്ദനപ്പള്ളി സ്വദേശി ലിജോയുടെ മകൻ ജോർജ് സക്കറിയാണ് മരിച്ചത്. വിദേശത്തായിരുന്ന കുടുംബം ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തി പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത്. കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു കുഞ്ഞിന്റെ മാമോദിസ നടത്തിയത്. 5-ാം തീയതി പുതിയ വീടിന്റെ ഗൃഹപ്രവേശനമായിരുന്നു. ലിജോ ജോയി, ലീന ഉമ്മൻ ദമ്പതികളുടെ മകനാണ് ജോർജ് സക്കറിയ. മരത്താണിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മഞ്ചേരി മരത്താണിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. എടത്തനാട്ടുകര താഴത്തെപ്പീടിക സ്വദേശി റഫീഖ് മാസ്റ്ററാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പളാണ് മരിച്ച റഫീഖ്. അടുത്തയാഴ്ച ഹജ്ജിന് പോകാനിരിക്കെയാണ് അപകടം.
വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചു. ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും നേരിട്ടാണ് വെടിനിർത്തൽ തീരുമാനിച്ചതെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രം അറിയിച്ചു. വൈകുന്നേരം 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടത്തും. വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഇത് ഉച്ചയ്ക്ക് 3:35 പാകിസ്ഥാന്റെ ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ DGMOയെ ഫോണിൽ ബന്ധപ്പെട്ടു. കര, വ്യോമ, നാവിക മാർഗങ്ങളിൽ വെടിനിർത്തലിനാണ് തീരുമാനമെന്നും വിക്രം മിശ്രി അറിയിച്ചു. 6 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനം 1 മിനിറ്റിൽ താഴെ മാത്രമാണ് നീണ്ടുനിന്നത്. വെടിനിർത്താൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാന്റെ DGMO ഇന്ത്യയെ ബന്ധപ്പെട്ടു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട് തുടരുമെന്ന് ജയശങ്കർ എക്സിൽ കുറിച്ചു.